ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു വീഡിയോ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അമ്മമ്മേ മനു എന്താ കൃഷ്ണ അമ്മമ്മയുടെ കുട്ടാ വാ. ആള് ഓൾറെഡി വീട്ടിൽ അതുപോലെയൊക്കെ തന്നെയാണ്. വീട്ടിലെ ആള് ആ മനുവിന്റെ ഏകദേശം ഒരു 90% വീട്ടിലെ ആൾ അങ്ങനെയാണ്. ആൾക്കാരാണെങ്കിൽ ടാഗ് ചെയ്ത് ഇങ്ങനെ മെൻഷൻ ചെയ്ത് അവരിങ്ങനെ മെൻഷൻ ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ഇന്ദ്രജിത്തിന്റെ സാറിന്റെ മോളൊക്കെ വന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് അപ്പൊ തന്നെ അടുത്തെത്തി. ഇതൊക്കെ ഫാൻസ് ഒക്കെ വന്നോ? മെസ്സേജ് ഒക്കെ പറഞ്ഞ പോലെ ആ വാച്ച് പോലും ആ 3 ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ആള് സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇതാണ് ഒരു കൈ. എക്സ്പ്രഷൻ കിങ് എന്നൊക്കെയാണ് നമ്മുടെ ഗൗതം അറിയപ്പെടുന്നത് ഇപ്പോ. എല്ലാവർക്കും നമസ്കാരം. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു വീഡിയോ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. 10 മില്യൺ വ്യൂസ് കഴിഞ്ഞ് ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1 മില്യൺ ഷെയർ വരെ കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു 2002 ഇറങ്ങിയ നന്ദനം സിനിമയിലെ ഈ ഒരു വേർഷനിലേക്കൊക്കെ മാറ്റാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അത് എന്നോടൊപ്പം ഉള്ളത് ഗായത്രിയും ഗൗതമാണ്. വെൽക്കം. ഹായ്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ നമ്മുടെ നന്ദനം സിനിമയിലെ ആ ഒരു സീക്വൻസ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ ചെയ്തത്. അത് വളരെ രീതിയിൽ പ്രേക്ഷകർ ഇങ്ങനെ സ്വീകരിച്ച് ഭയങ്കര ട്രെൻഡിങ്ങിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ തോന്നുന്നു ഇപ്പൊ? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ആളുകളിലേക്ക് നന്ദി. എക്സ്പ്രഷൻ കിങ് എന്നൊക്കെയാണ് നമ്മുടെ ഗൗതം അറിയപ്പെടുന്നത് ഇപ്പോ. കമന്റ് ബോക്സ് നിറച്ചു അങ്ങനെ ആയിരുന്നു. അപ്പം ഇത് പ്രീ പ്ലാൻ ചെയ്ത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നായിരുന്നു ശരിക്കും? ഒരിക്കലും അല്ല. അത് ഞങ്ങള് പനി വന്നിട്ട് എല്ലാവരും ഫാമിലി മൊത്തം ലീവിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടപ്പം ഞാൻ 2-3 വീഡിയോസ് കാണിച്ചു കൊടുത്ത ആളെ ചെയ്യാമോന്ന് വെച്ച് ഓക്കെ റെഡി പറഞ്ഞു വന്നു. ഈ പറഞ്ഞ പോലെ ആ വാച്ച് പോലും ആ 3 ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ആള് സ്വന്തമായിട്ട് ചെയ്തതാണ്. ഞാൻ ആകെ ഒന്ന് അടിക്കുമ്പോൾ വീഴണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആളുടെ എക്സ്പ്രഷൻസ് ആണ്. ബാക്കിയെല്ലാം കയ്യിൽ നിന്നിട്ടതാണ്. എനിക്ക് തോന്നുന്നു ആ വീഡിയോയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ BGM ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീനാണ്. ജസ്റ്റ് അതൊന്ന് കാണിക്കോ? ടു ആ ഒരു സാധനം. ആ എണീറ്റാള് നല്ല രസം ഉണ്ടായിരുന്നു. ഇരുന്നോ ഗൗതം അടുത്തൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ റെഡി ആന്നൊക്കെ. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. നിന്റെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഗൗതത്തിന്റെ എക്സ്പ്രഷൻസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ആ ചുണ്ട് വെച്ചിട്ടൊരു സാധനം. അത് എവിടുന്ന് കിട്ടി? അത് മറ്റേ ഷോർട്സിന്ന് ഫണ്ണി വീഡിയോ. എവിടുന്ന ഫണ്ണി വീഡിയോന്നാണ് ആ ചുണ്ടിന്റെ ആ ഒരു സാധനം കിട്ടിയതല്ലേ? കേട്ടല്ലോ, യൂട്യൂബ് ഷോർട്സിലെ ഫണ്ണി വീഡിയോ എന്നാണ് എന്നെ പറഞ്ഞാൽ അമ്മ ഇതെല്ലാം അറിയുന്നില്ല. അതൊന്നും ആള് അത് ചെയ്തതിന് ശേഷം ഇത് ഇടുന്നതിന് മുമ്പ് ആളെ കാണിച്ചു കൊടുക്കും. അപ്പം ആളാണ് പറയണത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത്. എന്തെങ്കിലും ഒരു ചെറിയൊരു മൈന്യൂട്ട് എന്തെങ്കിലും ആൾക്ക് തൃപ്തി ആയില്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അടുത്ത ടേക്ക് എടുക്കാമെന്ന് പറയും. ഇതിപ്പം രണ്ടാമത്തെ ടേക്കിലാണ് ഇത് ഓക്കെ ആയതും. ഈ ആദ്യത്തെ ടേക്ക് തന്നെ പോയപ്പോഴത്തേനും ഞാനാണ് ചിരിച്ചത് ഈ ഒരു സാധനം അവിടെ ഇട്ടപ്പോ. അതുകൊണ്ടാണ് അത് കട്ടായത്. അല്ലെങ്കിൽ അത് അങ്ങനെ പോയേനെ. അങ്ങനെ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവേണ്ടത് അമ്മ ചിരിച്ച് കളഞ്ഞതാണ്. ഞാൻ അമ്മ എന്ന് പറയുന്നുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു സന്തൂർ മമ്മിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങളുടെ വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്ത ബ്രദർ സിസ്റ്റർ ആണെന്നൊക്കെയാണ്. ഗൗതം സൈഡിൽ നിന്ന് ചിരിക്കണം. ആണോ? അങ്ങനെയാണോ ആൾക്കാർ പറയുന്നത്? അങ്ങനെ അല്ലെന്ന് കൊറേ പേര് വീഡിയോയില് കണ്ടിട്ടുണ്ട്. ചേച്ചിയും ചേട്ടനും ഒരുപാട് പേര് മെസ്സേജ് ഇങ്ങനെ അയക്കലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ തിരുത്തി കൊടുക്കല്ല. അതെ, സൗന്ദര്യപരമായ എനിക്ക് എന്തിനിത്ര സൗന്ദര്യം തന്നതൊക്കെ അല്ല. ശരിക്കും വീഡിയോസ് കണ്ടപ്പോൾ നമുക്കാണ് തോന്നിയതാണ് ഈ ഒരു കോൺസെപ്റ്റ്. അതായത് ഇപ്പം നന്ദനത്തെ ആണ് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ത്രെഡ്, അതായത് ഇങ്ങനത്തെ ഒരു ഫണ്ണി രീതിയിലാക്കാമെന്ന് എങ്ങനെയാണ് ശരിക്കും? അതായത് അതിപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2-3 വീഡിയോ ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ആള് ഓൾറെഡി വീട്ടിൽ അതുപോലെയൊക്കെ തന്നെയാണ്. അടങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. ഇതിപ്പം ഈ ഒരു ക്യാമറയും ഒക്കെ ഉള്ളതിൻ്റെ ഒരു ടെൻഷനാണ്. പക്ഷെ വീട്ടിലെ ആള് ആ മനുവിന്റെ ഏകദേശം ഒരു 90% വീട്ടിലെ ആൾ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്ക് എന്തൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്തോ, ഒന്നും നോക്കണ്ട. അതിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആളാണ് മൊത്തം ചെയ്തത്. ഞാൻ വെറുതെ അങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് അമ്മയായിട്ട് കളിച്ചു കൊടുത്തിട്ടുള്ളൂ. ഗൗതം, ശരിക്കും ആ നന്ദനത്തിലെ ആ ഒരു സീക്വൻസ് കണ്ടിട്ടുണ്ടോ? നന്ദനത്തിൽ രാജുവേട്ടൻ വന്ന ആ ഒരു സീൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല.
മൂവി പണ്ട് കണ്ടിട്ടുണ്ട്, മറ്റേ ചെറിയ ടിവിയിൽ ഞാൻ ആ കണ്ടിട്ടുണ്ട്. സിനിമ കണ്ടിട്ടുണ്ട്, അത് ഓർമ്മയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആ, ഇപ്പൊ ശരിക്കും ആ സീനിനകത്ത് രാജേട്ടൻ ഒരു പാവമായിട്ട് ദൂരേന്ന് അമ്മമ്മേനെ കാണാൻ വരുന്നൊരു അതാണ് ഞാൻ സീനാണ്. ഇതിൽ ഒരുപാട് പേര് കമന്റില് ഇവരെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ എടുക്കും പറയാൻ പറ്റില്ല. അത്ര നല്ല മനോഹരമായി ചെയ്തു വെച്ചേക്കണ ഒരു പടവുമാണ്, ഒരു സീനുമാണ്. ഇവനിങ്ങനെ ആക്കി വെച്ചേക്കണോണ്ട് എങ്ങനെ എടുക്കും എന്നൊരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുവായിരുന്നു. അതിന്റെ ആൾക്കാരാണെങ്കിൽ ടാഗ് ചെയ്ത് ഇങ്ങനെ മെൻഷൻ ചെയ്ത് അവരെങ്ങനെ മെൻഷൻ ചെയ്ത് ഇടുന്നുണ്ട്. എനിക്ക് പിന്നെ ഇന്ദ്രജിത്തിന്റെ സാറിന്റെ മോളൊക്കെ വന്ന് ലൈക്ക് ഒക്കെ ചെയ്ത് അപ്പൊ തന്നെ അടുത്തെത്തി. ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. എനിക്കൊന്ന് ഇതുവരെ നവ്യ ചേച്ചിയും രാജുവേട്ടന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് പറയാൻ ചിലപ്പോൾ സമയം കിട്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല, അവര് പ്രതികരിച്ചിട്ടില്ല. ഉടനെ തന്നെ അത് ഉണ്ടാവും അല്ലേ ഗൗതം? ആ കോളിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? യെസ്, രാജുവേട്ടന്റെ ആ ഒരു കോളിന് വേണ്ടി ഇവിടെ ഗൗതം വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നന്ദനം ടീമിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും നന്ദനം ടീമിൽ നിന്ന്? നന്ദനം ടീമിൽ നിന്ന് അങ്ങനെ കോൾ വരിക മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇതുപോലെ കമന്റ് ഇട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ PM-ൽ വന്ന് ഒരുപാട് പേര്, ഒരുപാട് നമുക്ക് ഒരു ദിവസം കൊണ്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അത്ര മെസ്സേജുകൾ ഇവനെ കുറിച്ച് ഇങ്ങനെ പറ്റും. ഞാൻ എല്ലാവർക്കും വോയിസ് ഇവനെ കൊണ്ട് താങ്ക് യു പറയിപ്പിക്കും. അതങ്ങനെയാണല്ലോ, നമ്മളെ നന്ദി കാണിക്കണമല്ലോ അവരത് ഏറ്റെടുക്കുമ്പോ. അതെ, ക്ലാസ്സിലൊക്കെ ചെന്നിട്ട് എന്താണ് ഇപ്പൊ പറയുന്നത് ഈ ഒരു വീഡിയോ? ക്ലാസ്സിൽ ചെന്നപ്പോ എന്നെ എല്ലാവരും മനുന്ന് വിളിക്കണേ. അപ്പൊ ടീച്ചർ അക്കൗണ്ടിന്റെ പേരെന്താന്നൊക്കെ ചോദിച്ചു ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ഞാൻ പറഞ്ഞു ഗായത്രി രാമഭദ്രൻ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ടീച്ചറടക്കം കൂട്ടുകാരടക്കം എല്ലാവരും ചിരിക്കണായിരുന്നു. ആ ടീച്ചർ ഫോണിൽ എടുത്തു, ഇൻസ്റ്റാഗ്രാം ID എടുത്തു. പിന്നെ ഈ വീഡിയോ എല്ലാ കുട്ടികളും കാണിച്ചൊക്കെ കൊടുത്ത് അവനെ സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടികളൊക്കെ കണ്ടിട്ട് എന്താണ് പറഞ്ഞത് ഈ എക്സ്പ്രഷനെ പറ്റി? എല്ലാരും ചിരിച്ചു. എല്ലാരും ചിരിച്ചതേ ഉള്ളു. എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഫാൻസ് ഒക്കെ വന്നോ? മെസ്സേജ് ഒക്കെ ഇട്ടോ പെൺകുട്ടികൾ? ഇൻസ്റ്റാഗ്രാമിന്റെ ID ഒക്കെ ചോദിച്ചിട്ട് ബുക്കൊക്കെ കൊണ്ടു. അമ്മ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ഞാൻ അറിയുന്നു. ഇപ്പൊ ബുക്കിൽ ഇൻസ്റ്റാഗ്രാം ID ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. മൊത്തം ഇൻസ്റ്റാഗ്രാം താരമായപ്പോ സ്കൂളിലേക്ക് അഭിനയത്തിലേക്ക്, അതായത് ഇപ്പം വീഡിയോസ് ഇതിന് മുന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഗൗതത്തിന് പണ്ടോട്ട് അഭിനയിക്കണം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ആക്ടിങ്? ഇവൻ ചെറുപ്പം മുതൽ നമ്മൾ ടിക്ടോക്കിലാണ് ആദ്യം തുടക്കം. അത് ചുമ്മാ ഇങ്ങനെ ഞാനാണ് തുടങ്ങിയത്. ഞാൻ ചുമ്മാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റൊമാൻറ്റിക് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ ടൈം പാസ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഏതോ ഒരു വീഡിയോ ട്രെൻഡിങ് ഒരു കോമഡി വന്നപ്പോൾ ഞാനും ഇവനും കൂടെ ചെയ്തു. അപ്പം എനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടി തുടങ്ങി. അപ്പം ഞാൻ പുള്ളി വന്നപ്പോൾ അപ്പോൾ ആ ഒരു കോമഡി അതിങ്ങനെ കോംബോ നന്നായി വർക്കൗട്ടായി വന്നപ്പോഴേക്കും ടിക്ടോക്ക് ബാനായി. അതെ, ആ വിഷമകരമായ സംഭവം അപ്പോൾ അവിടെ നടന്നു. ഓൺ സ്പോട്ടിൽ നമ്മൾ അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്ത് പിന്നെ അതിലിങ്ങനെ ചെയ്യും. ആള് ചില സമയത്ത് വരില്ല എന്ന് പറയും, അങ്ങനെ അതങ്ങ് പോവും. പിന്നെ വരുന്നുണ്ടോ? വരാം. പിന്നെ ആൾക്ക് ഞാനൊരു അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ. ഇൻട്രസ്റ്റ് ആയി. എങ്ങനെയാണ് അഭിനയിക്കാൻ വേണ്ടി അമ്മ വിളിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഗൗതത്തിന് ഇൻട്രസ്റ്റ് ആയിരുന്നോ? പണ്ട് വേണ്ടായിരുന്നായിരുന്നു. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതങ്ങ് ഇപ്പൊ ഭയങ്കര ഫാൻസും ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇതങ്ങ് ഇഷ്ടമായെന്ന്. ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാണ്? അല്ലെങ്കിൽ ആരെയാണ് ഗൗതത്തിന്? വിജയ് ഫാനാണോ? ഞാനും ഞങ്ങൾ രണ്ടും വിജയ് ഫാനാണെന്നൊക്കെ. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയൊക്കെ ആണോ ഇഷ്ടം? സിനിമയിൽ അഭിനയിക്കുന്നതാണോ? സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. എനിക്ക് തോന്നുന്നു കമന്റ് ബോക്സിലാണെങ്കിലും കൂടുതൽ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ സിനിമയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു രീതിയിലേക്കൊരു ഫാൻ ബേസ് ആണ് ആ ഒരു ഒറ്റ വീഡിയോക്ക് കിട്ടിയത്. കോമഡി ചെയ്യുന്നതാണോ ഇഷ്ടം? ഏത് രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് ഇഷ്ടം? എക്സ്പ്രഷൻസ് ഒക്കെ കോമഡി? ആരുടെ കോമഡി വീഡിയോസാണ് ഇഷ്ടമൊക്കെ ഉള്ളത്? ജഗദീഷ് ജഗദീഷ് ചേട്ടന്റെ വീഡിയോസ് ഒക്കെയാണ് ഇഷ്ടം. ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും തന്നെ ചെയ്തിട്ടും ഉണ്ട്. ജഗദീഷ് ചേട്ടന്റെ ഉണ്ട്, ജഗദീഷ് ചേട്ടന്റെ ഉണ്ട്, സലീം ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ വീഡിയോസും ഗൗതം എടുത്ത് ചെയ്തിട്ടുണ്ട്. അതും ചെയ്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു സാധനങ്ങളാണ് ഗൗതം എടുത്ത് ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ട് ലിപ്സിംഗ് പോലും ആക്കി. ഡയലോഗ്സ് ഒക്കെ എങ്ങനെ പഠിക്കുന്നതൊക്കെ? ഡയലോഗ്സ് എന്ന് പറഞ്ഞാ ഏതറിയ അത് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഒരു പ്രാവശ്യം ആൾക്ക് അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കും.
പിന്നെ ഞാൻ യൂട്യൂബിൽ പോയിട്ട് ഈ ഒരു വീഡിയോയിൽ അവരെങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. യൂട്യൂബിൽ ആ ഒരു വീഡിയോ സീൻ എടുക്കും. ഇപ്പോൾ ഇന്നസെൻറ്റ് സാറായിരുന്നെങ്കിൽ അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജഗതി ചേട്ടൻ എങ്ങനെയാണ് അത് ചെയ്തേക്കണെന്ന് കാണിച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറയും കുറച്ച് കൈ നിട്ടോ. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട് ശരിക്കും? ഞാൻ, പിന്നെ ഹസ്ബൻഡ്, ഇവൻ, പിന്നെ എൻ്റെ അമ്മ. അച്ഛൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ വീഡിയോസും ഇടയ്ക്ക് തലയൊക്കെ കാണിച്ചു പോകുന്ന ഒരാളാണ്. അപ്പൊ അച്ഛൻ എങ്ങനെയാണ് ഈ ആക്ടിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ഇതെടുക്കുമ്പോ ആള് ഉണ്ടായിരുന്നില്ല വീട്ടില്, പുറത്തേക്ക് പോയേക്കായിരുന്നു. നമ്മളിത് ഒറ്റ ദിവസം കൊണ്ട് അത്യാവശ്യം നല്ല റീച്ചായി. ഇത് കണ്ടു കഴിഞ്ഞപ്പം ആൾക്ക് ഭയങ്കര ഷോക്കായി. വന്നിട്ട് കുറെ കെട്ടിപ്പിടിക്കുകയും ചിരിക്കുകയും ആള് അടിപൊളിയൊന്നുമില്ല, ആൾക്ക് ചിരിയാണ്, മൊത്തം ചിരിയായിരുന്നു എൻ്റെ ഈ കാട്ടായം കണ്ടിട്ട്. കൊറേ വിളിച്ചു കൊണ്ടുപോയിട്ട് വർത്താനൊക്കെ പറഞ്ഞു. നീ ഈ വീഡിയോ എത്ര തവണ കണ്ടു? ഞാൻ 3 തവണ 5 8 തവണയൊക്കെ കണ്ടു. അതെ, മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഈ വീഡിയോ കണ്ട് ചിരിച്ച് ചത്തു എന്നൊക്കെ. അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോഴും ചിരിച്ച് ചത്തു. അതുപോലെ എനിക്ക് എടുത്തു പറയാനൊരു കാര്യം കൂടെ ഉണ്ട്. ആ അവസാനം മനു നന്ദനത്തിനകത്ത് വീടിനുള്ളിലേക്കാണ് കയറിയത്. ഇത് അവസാനം വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അമ്മ ഞാൻ വരുന്നു അമ്മമ്മ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് തന്നെ, അതായത് വന്ന വഴി തന്നെ അങ്ങ് പോയി. അതായത് നമുക്കേ ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എടുത്തു തരാൻ ആളില്ല. പിന്നെ ക്ലാരിറ്റി ഉള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കിട്ടില്ല. അപ്പം വെറുതെ ആ അടുക്കള ഭാഗത്ത് വെച്ചു, സ്റ്റാൻഡിൽ വെച്ചു ചെയ്തു. അതിൽ വേറൊരു ഞാൻ പറഞ്ഞല്ലോ പ്രിപ്പറേഷൻ ഒന്നുമില്ല. പിന്നെ അടുക്കളയിൽ ആരും കൂടി വന്നൊരു 50 കേക്ക് ചിലപ്പോൾ വ്യൂസ് പോയിരിക്കും. അത് കാണുള്ളൂ അടുക്കളയല്ലേ. പക്ഷെ അത് ഇത്രയും അങ്ങനെ കയറി ഇതാവും വിചാരിച്ചില്ലേ. ആ പോക്കിലും ആളിങ്ങനെ നടന്നു പോകുമ്പോ ഞാൻ പറയുന്നുണ്ട് ഒരു ഇളക്കമുണ്ട്. ആദ്യം അത് ശ്രദ്ധിച്ചാ മനസ്സിലാവും. ആദ്യം നടക്കുമ്പോ ഇങ്ങനെ പോകുന്നുള്ളൂ. ഞാൻ കൂടെ ഇപ്പൊ കുലിക്കടാ ആള് ശരിക്കും ഇങ്ങനെ കുലിക്കുന്നത്. ആ ഇളക്കത്തിന് വേണ്ടിയുള്ള അമ്മയായിരുന്നല്ലോ പുറകിന്റെ കാര്യം. ഞാൻ പുറകിൽ നിന്ന് പറഞ്ഞു തന്നപ്പോഴാണല്ലേ ആ ഒരു ഇളക്കം. അതാണ് കറക്റ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് വന്നതില്. ശരിക്കും വീട്ടിൽ എങ്ങനെയാണ്? ഇങ്ങനെ കുസൃതി കുടിക്കുകയാണോ ഗൗതം? രാവിലെ എണീറ്റ് സ്കൂളിൽ പോവും, തിരിച്ചു വരുമ്പോ 4 മണിക്ക് കളിക്കാൻ പോവും. എന്നിട്ട് ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോഴൊക്കെ വരും. എന്നിട്ട് വിളക്കത്തിക്കും. എന്നിട്ട് ചിലപ്പോ വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കും. പഠിപ്പൊന്നും പറയണം. അതാണ് ഞാൻ പഠിത്തത്തിന്റെ കാര്യമൊന്നും ഞങ്ങള് പറയണേ, ഞങ്ങളതിനെ പറ്റി ആലോചിക്കാറേ ഇല്ല. ടീച്ചർമാരൊക്കെ വീഡിയോ കാണുന്നതാണ് എന്താവും. അതെ, ടീച്ചർമാരൊക്കെ വീഡിയോ കാണുന്ന. പഠിത്തത്തിൽ എങ്ങനെയാണ് ഗൗതം? പഠിത്തത്തിൽ ഞങ്ങൾ ഓക്കെ ആണെന്നൊക്കെ അല്ലേ? അത്യാവശ്യം അതും ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന്. ഇനി ഏതൊക്കെ വീഡിയോസ് ആണ് ഇപ്പം ഗൗതത്തിന് ഒരു ചാനൽ ഉണ്ടല്ലോ, ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, അതിലും ഗൗതം ആക്റ്റീവ് ആണ്. അപ്പം ത്രൂ ഔട്ട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കലാണോ? എടുക്കലൊക്കെ ഉണ്ട്. നമ്മള് ഡെയിലി ഓരോന്നാ ചെയ്യല്, അല്ലാണ്ട് ഒറ്റ ദിവസം തന്നെ 2-3 എണ്ണം. അത് ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റ ദിവസം തന്നെ ഒരേ കോസ്റ്റ്യൂമിൽ തന്നെ 5-6 എടുത്ത് വെക്കും. ഇവന്റെ കൂടെ ഉള്ളത് കൊണ്ട് പല വീഡിയോസിനും പല കോസ്റ്റ്യൂമും കാര്യങ്ങളാണല്ലോ, ആള് ടയേർഡാവും അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസം കൂടുമ്പോ അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ. ഇപ്പം നമ്മളൊരു ഇതിലേക്കാണ് പോകുന്നത്, അതായത് ഒരു ഗെയിം അല്ല, അതായത് ശരിക്കും പറഞ്ഞാൽ ഗൗതത്തിന്റെ എക്സ്പ്രഷൻസ് ഭയങ്കര രീതിയിൽ കമന്റ് ബോക്സിലൊക്കെ ചർച്ച ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ എനിക്ക് തോന്നിയതാണേ, ഇപ്പൊ ലൈവായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ നവരസങ്ങളില്ലേ, നവരസങ്ങൾ അറിയില്ല? അയ്യോ അവസ്ഥ, കുട്ടിക്ക് നവരസങ്ങൾ അറിയില്ല, കാര്യമായിട്ട് മനസ്സിലായോ? നവരസം എന്താണെന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു എക്സ്പ്രഷൻ, ഗൗതത്തിൻ്റെതായ രീതിയിലുള്ള എക്സ്പ്രഷൻസ് നമുക്ക് കിട്ടും എന്താണെങ്കിലും. ഓക്കെ, ഞാൻ പറയട്ടെ. ഭയാനകം, ശാന്തം, കരുണം. അതെന്താണത്? കരുണം എന്താ അമ്മേ? കരുണം ഒന്ന് കാണിച്ചു കൊടുത്തേ. കരുണം എന്താ? ഇങ്ങോട്ട് എനിക്ക് ചോദിക്കാനല്ലേ അറിയൂ സാറേ, ചെയ്യാറില്ലല്ലോ എന്നൊക്കെ ഞാൻ. അമ്മ കരുണം ഒന്ന്. കരുണം എന്താ? വേറെന്തെങ്കിലും. ബീവത്സം, ദേഷ്യം, രൗദ്രം, ദേഷ്യല്ലേ? ദേഷ്യം, രൗദ്രം, കലിപ്പ്, കലിപ്പ്, ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ. എന്തെങ്കിൽ വേണ്ട, നമുക്ക് അതൊന്നും വേണ്ട. സിമ്പിളായിട്ട് നമ്മൾ അതിൽ കുറെ എക്സ്പ്രഷൻ കണ്ടല്ലോ. അപ്പം സ്വന്തമായിട്ട് ഗൗതം വീട്ടിലൊക്കെ ഇടാറുള്ള അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്രഷൻസ് ഒന്ന് കാണിക്കുമോ? അതിനൊരു പേര് കിട്ടോ?
വീട്ടില് ചെയ്യാറുള്ള എന്തെങ്കിലും കോപ്രായങ്ങള്, അതാണ് ഉദ്ദേശിച്ചത്. ചിരി. ആ ഇതാണ് ഗൗതത്തിന്റെ ചിരി. അതാ ചിരിയാണ്. എന്ത് ചെയ്താലും നമ്മളെന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോഴല്ലോ ഇങ്ങനത്തെ ഒരു സാധനം കാണിക്കും. വേറെ വേറെ പറഞ്ഞാ ഞങ്ങളെ അടി പിടിക്കുമ്പോ ഉള്ളതാണ്. അമ്മ അവിടെ ഇപ്പൊ എന്നെ പിച്ചിന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഓടുമ്പോ ഇങ്ങനെ ഈ ഒരു കാണിച്ചേ ഓ എന്നെ പിടിക്കാൻ വരണ്ട, എന്നെ കിട്ടില്ല എന്നുള്ള എക്സ്പ്രഷൻ ഒക്കെ. വേറെ ഇന്ന് എന്നെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ പഠിപ്പിച്ചല്ലേ. വേറെ ഇല്ലാന്ന് വെറുതെ പറയണ്ട. ജീവിക്കും ആ സമയത്ത്. ഇപ്പൊ പറയണില്ല എന്ന് പറയണെങ്കിലും അവന്റെ മുഖം ഇങ്ങനെ ഇരിക്കണ ഞാൻ കാണാറില്ല. അതെ, മൊത്തം ത്രൂ ഔട്ട് എക്സ്പ്രഷൻസ് മിന്നി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ മുഖത്ത്. ആ ഒരു ഒറ്റ വീഡിയോ ഇത്ര സെക്കൻഡ് ഉള്ളായിരുന്നെങ്കിൽ ഒരു 10,000 എക്സ്പ്രഷൻ നീ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ഇതും കൂടി ആ ചുണ്ട് വെച്ചിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനും കൂടെ ഒന്ന് കാണിച്ചേ. നാണം വരുന്നു. ഇല്ല ശരിക്കും വന്നില്ല. അതുപോലെ ആ വീഡിയോയിലെ പോലെ പണി പാളിന്നൊക്കെ കാണിക്കടാ. അവൻ അങ്ങനെ വരണില്ല. ഇത് കൊറേ ടേക്ക് എടുത്തു കേട്ടോ. അവിടെ ബാലാമണി ഇല്ലായിരുന്നു, ഇവിടെ ഞാൻ ഇരിക്കുന്നതുകൊണ്ടാണോ സംശയം. ഇങ്ങനെയല്ലേന്ന് നമ്മളോട്, ഇങ്ങനെയല്ലേന്ന്. ഇല്ലടാ വന്നില്ല, ശരിയായിട്ട് വരുന്നില്ല. ബാലാമണി ഇവിടെ ഞാൻ ഇരിക്കുന്നോണ്ടാണോ എന്ന് എനിക്ക് ക്യാമറ. എന്നാ ഇവിടെ നോക്കിക്കോ. വന്നു 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 കറക്റ്റ്. എന്നെ നോക്കാൻ ശരിയാ. അതെ, അമ്മ ശരിയായോ എന്നൊക്കെ. അമ്മയാണ് ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. മീൻസ് ഓരോ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നീ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റേ അടിക്കുമ്പോ വീഴണോ അങ്ങനെ, അത് മാത്രമേ അമ്മ പറഞ്ഞു തന്നുള്ളൂ. എനിക്ക് അധികം പറഞ്ഞു കൊടുക്കേണ്ടിയൊന്നും വരാറില്ല. അതെ, ഇവൻ ഓവറായിട്ട് തന്നെ അങ്ങ് ഇട്ട് തരും. പിന്നെ അമ്മയ്ക്കൊരു ചാൻസ് കൊടുക്കല്ലേ പറഞ്ഞു തരാൻ അല്ലേ. ഇനി ഈ അഭിനയം അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്? ഡാൻസോ, പാട്ട്? ഡാൻസ് പഠിക്കുന്നുണ്ടോ അതോ? പഠിക്കുന്നതാ, പക്ഷേ എനിക്കറിയില്ല. എല്ലാം കുറച്ചുണ്ട്. പാട്ട്, ഡാൻസ് എല്ലാം കുറച്ച് ചേർക്കണം. എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങോട്ട് കേറി വന്നപ്പോ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇട്ടൊന്ന് കാണിച്ചേ. അതെ, ഇവന്റെ മറ്റേ സ്റ്റെപ്പ് കൂടി. ഇതാണ് ഒരു നേരം അവൻ, എനിക്ക് തോന്നുന്നില്ല വെറുതെ കളയുമെന്ന് തോന്നുന്നില്ല. അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പരീക്ഷണങ്ങളോ അടങ്ങിയിരിക്കുന്ന ഒരു പരിപാടി. ഇപ്പൊ ഡ്രോയിങ് ആണെങ്കിൽ ക്ഷമ ഉണ്ടാവില്ല. ഇതൊക്കെ ആണെങ്കിൽ എപ്പോഴും ടി-വിയിൽ ഇങ്ങനെ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് അതിൽ പാട്ട് വെക്കുക, അവിടെ കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുക, കൂടെ പാടുക, ഇതൊക്കെയാണ് ആക്ടിവിറ്റി. കൂട്ടുകാരൊക്കെ ഇപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് കൂട്ടുകാർ എത്ര കൂട്ടുകാരുണ്ട്? ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാൻ. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ആരോൺ സെബാസ്റ്റ്യൻ, പിന്നെ ഇന്ദ്രൻ, ഇന്ദ്രജിത്ത്, പിന്നെ അഭിജിത്ത്. ഇവർ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് പറഞ്ഞത് ഗൗതത്തോടെ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഇത് നല്ല വീഡിയോ എന്നൊക്കെ പറഞ്ഞു. അന്ന് നല്ല ചിരിയായിരുന്നു. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ചിരി കൊടുക്കാൻ വേണ്ടിട്ട് ഇവരൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂ പോകുമ്പോ ഇങ്ങനെ പേര് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. കണ്ടു, ഞാൻ എടുത്തു ചോദിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. ആദ്യം പറഞ്ഞു ഞാൻ എടുത്തെടുത്ത് ചോദിച്ച് പറയിച്ചു കേട്ടോ. ഇതിനുള്ള ഇടി അവിടെ ചെല്ലുമ്പോ കിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനലിന്റെ റീച്ചും നിങ്ങൾ ഓരോ കണ്ടന്റ് എടുക്കുന്നതിലാണല്ലോ ഫണ്ണി വീഡിയോസ് കൊണ്ടുവരാറുണ്ട്. അതിൽ നിങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ കൊടുക്കാറുണ്ട്. അപ്പം ഗായത്രിക്ക് ഇതുപോലെ തന്നെ ആക്ടിങ്ങോ എന്തെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു? ഞാൻ മുമ്പേ ഗൗതത്തിന്റെ അടുത്ത് ചോദിച്ച പോലെ. ഇല്ല, എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇത് ഒരു ടൈം പാസിനായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോയിരുന്ന് 2 ചട്ടകത്തിലിളക്കെന്ന് പറയുന്ന പോലെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് 2 വീഡിയോ ഒക്കെ ചെയ്യും. അല്ലാതെ താല്പര്യമില്ല. ചില ഷോർട്ട് ഫിലിംസിലൊക്കെ ഇങ്ങനെ വരാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് താല്പര്യമില്ല. നമ്മളെ ആ ഒരു ഫോണും ഞാനും പിന്നെ ഇവരൊക്കെ കുഴപ്പമില്ല. ബാക്കി ആരുടെ മുമ്പിൽ എനിക്ക് എനിക്ക് എൻ്റെ ആ ഒരു കംഫർട്ട് സ്പേസിൽ അഭിനയിക്കാനാണ് താല്പര്യം എന്നൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ വീട്ടുകാരാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട്. ഞങ്ങളും ഡബിൾ ഹാപ്പിയാണ്. അപ്പൊ ഇനിയും ഞങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ വീഡിയോസ് എക്സ്പെക്ട് ചെയ്യും. കാരണം ഒരു വീഡിയോ ഒക്കെ വൈറലായി കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് ഇനി എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന് മുകളിലേക്കായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ഇനിയുള്ള
കുറെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങളെ എന്റർടൈൻ ചെയ്യാൻ ചിരിപ്പിക്കില്ലേ ഇനി? ആ പ്ലാനിങ് ആണോ? വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? നീ ഞെട്ടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുണ്ടോ? ഓർഡർ തന്നെ വരും അല്ലേ? യെസ് അപ്പൊ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.